നമസ്കാരം സാർ. നമസ്കാരം സാറേ, മഞ്ചേശ്വരത്ത് ഇക്കുറി പതിവ് പോലെ BJPയുടെ കെ സുരേന്ദ്രൻ മത്സരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ പോലെ അല്ല ഇക്കുറി മഞ്ചേശ്വരത്ത് താമര വിരിയും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് BJP നേതൃത്വവും അണികളും. തീർച്ചയായും. എന്തുകൊണ്ടാണ് സാർ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നേമത്തെ O രാജഗോപാലിന് കിട്ടിയ ഒരു സിമ്പതി ഇത്തവണ കെ സുരേന്ദ്രന് മഞ്ചേശ്വരത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. 2011 അദ്ദേഹം 5000 ചിലവാന വോട്ടിന് 5728 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 2016 അദ്ദേഹം 476 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 2016 89 വോട്ടല്ലേ സാർ? അത് സോറി 89 വോട്ടിന്. അത് മൂന്നാമത്തെ തവണയാണ് 21 വന്നപ്പോൾ അത് പിന്നെ 800 ചിലവാനായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മാറ്റമാണ് 4766 എന്ന് പറയുന്നത് 76 എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ പിടിച്ച ഒരു വോട്ടാണ്. വേറൊരു സുരേന്ദ്രൻ, അതാണ് ഞാനത് തെറ്റിപ്പോയത്. അന്ന് ഇദ്ദേഹം 89 വോട്ടിന് പരാജയപ്പെട്ട സമയത്ത് അപരൻ സുരേന്ദ്രൻ നിന്നിട്ട് 476 വോട്ട് പിടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പതിക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന്. അദ്ദേഹത്തിനെ പലപ്പോഴും തോൽപ്പിക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങൾ നടത്തുകയും എന്നാൽ പലപ്പോഴും അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി അവിടുത്തെ ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാവർക്കിടയിലും സമ്മതനായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കെ സുരേന്ദ്രന് ഇത്തവണ ഒരു വോട്ട് കൊടുക്കണമെന്നൊരു തോന്നൽ അവിടെ ജനങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മർക്കസിന്റെ ഒരു സ്വാധീനം കെ സുരേന്ദ്രനിലേക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അത് എത്രത്തോളം ഫലപ്രദമാകും, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും കാന്തപുരം ഉസ്താദും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് പരിണിത ഫലമായിട്ട് അവിടെ സുരേന്ദ്രൻ ഒരു പിന്തുണ, ചെറിയൊരു സപ്പോർട്ട് കിട്ടിയാൽ ഒരു പക്ഷേ സുരേന്ദ്രൻ ഈസിയായിട്ട് വിജയിക്കാം. കാരണം സുരേന്ദ്രൻ ഈ 3 വർഷങ്ങൾ എടുത്താൽ 11, 16, 17, 21 ഈ 3 തവണ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കപ്പിനും ചുണ്ടനും ഇടയിലാണ് പലപ്പോഴും പരാജയപ്പെട്ടത്. 11 മാത്രമേ അദ്ദേഹത്തിന് 5000 ചിലവാന വോട്ടിന്റെ കുറവ് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം 16, 21 തുച്ഛമായ വോട്ടിന്. അത് പലപ്പോഴും പിന്നെ സ്വതന്ത്രരോ അല്ലെങ്കിൽ അവരന്മാരോ മറ്റ് സ്ഥാനാർത്ഥികളോ ഒക്കെ പിടിച്ചുകൊണ്ട് പോയതിൽ നിന്ന് വന്ന ഒരു നീക്കമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സാർ, ഈ 16, 21 നമ്മൾ 11 മുതൽ എനിക്ക് തോന്നുന്നു 2006 LDF അവിടെ അവസാനം ജയിച്ചത്. അതെ, അതിനുശേഷം LDF അവിടെ ജയിച്ചിട്ടില്ല. ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, LDFന്റെ ഭൂരിപക്ഷം അവർക്ക് കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അത് നമ്മളെ അതിശയിപ്പിക്കും. 2016 അവരുടെ സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി കുഞ്ഞമ്പുവിന് 42,000 ചിലവാന വോട്ടേ കിട്ടിയുള്ളൂ. അപ്പോ സുരേന്ദ്രന് പോലും 56,000 ചിലവാന വോട്ട് കിട്ടി. 10,000-ലധികം വോട്ടിന്റെ, അതാണ്ട് 15,000 അടുപ്പിച്ച് വോട്ടിന്റെ ഡിഫറൻസ് ആണ്. 13,000 വോട്ടിന്റെ ഡിഫറൻസ് ആണ്. ഒന്നാമത് കിട്ടിയ PM അബ്ദുൾ റസാഖിനാണെങ്കിൽ 56,781. ആ സമയത്താണ് 89 വോട്ട് കുറവാണ് സുരേന്ദ്രന് 89 വോട്ട് കുറവ് ആയിരുന്നു കിട്ടിയത്. 21 ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് AMK അഷ്റഫ്, ഇപ്പോഴത്തെ MLA, ജയിച്ചത് 65,858 വോട്ടിനാണ്. കെ സുരേന്ദ്രൻ എന്ന് 65,013 വോട്ട് കിട്ടി. അതാണ് അവരുടെ ഡിഫറൻസ്. വളരെ LDFന് എത്ര കിട്ടി? LDFന് 40,000 കിട്ടി. ഇവർ രണ്ടുപേരും വീണ്ടും കുറഞ്ഞു. ഇവർ രണ്ടുപേരും 65,000 പിടിച്ചപ്പോൾ LDF 40,000 പിടിച്ചോളൂ എന്നുള്ളതാണ്. അതായത് ക്രമാനുഗതമായിട്ട് വോട്ടിന് ഡിഫറൻസ്. ക്രമാനുഗതമായിട്ട് LDFന്റെ വോട്ട് അവിടെ കുറഞ്ഞു. എന്നാൽ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു രസം എന്ന് വെച്ചാൽ, ഇവിടെ ഇതൊരു CPM മുസ്ലിം ലീഗ് മണ്ഡലമായിരുന്നു എന്നുള്ളതാണ്. 67, 60, 65, 67 കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുണ്ട് ഈ 3 തവണ. അതവിടെ കെ മഹാബാല ഭണ്ഡാരി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് അവിടെ ജയിച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ പിന്നെ എന്നും ഒന്നുകിൽ ലീഗ് അല്ലെങ്കിൽ LDF, CPM ആയിരുന്നു. അതിന്റെ മാറ്റം വന്നത് സുരേന്ദ്രൻ അവിടെ 2011. പക്ഷെ സാർ, അതിനു മുമ്പ് പണ്ട് അവിടെ മാരാർജി മത്സരിച്ച് ചെറിയ വോട്ടിന് തോറ്റിട്ടുണ്ട്. അത് അതുപോലുള്ള ചെറിയ, അതായത് BJPക്ക് എപ്പോഴും അവിടെ ഒരു ബേസ് വോട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കർണാടകത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലും അവിടുത്തെ ഈ തുളു വിഭാഗത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ ഒരു സപ്പോർട്ട്, കന്നഡിഗരുടെ സപ്പോർട്ട്,
അതെ, വിഭാഗങ്ങളുടെ വോട്ട്. പിന്നെ മുസ്ലിം ഒരു മേധാവിത്വം അവിടെ നിലനിൽക്കുന്നു എന്നത് ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഭീതി, ഇതെല്ലാം അതിനകത്തൊരു ഘടകമാണ്. അല്ല, അവിടെ ഈ ജനസംഖ്യാ കണക്ക് പറയുകയാണെങ്കിൽ മുസ്ലിം ആണ് ഒരു ഭൂരിപക്ഷം, ഒരു ചെറിയ ഒരു ഇതിനെങ്കിലും ജനസംഖ്യയിൽ കൂടി നിൽക്കുന്നത് 4% മുസ്ലിങ്ങൾ കൂടുതലാണ് ഹിന്ദുക്കളെ അപേക്ഷിച്ച്. 4% വേണമെങ്കിൽ എടുക്കാം. അതെ അതെ, 46 ഒരു 50 51 52 ഒക്കെ വരുന്ന വിധത്തിലുള്ള വ്യത്യാസം ഉണ്ട്. അപ്പൊ പക്ഷേ സാർ, മറ്റൊരു വിഷയം, ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാരാർജി, നാരായണ ഭട്ട് ഒക്കെ മത്സരിച്ചു. പിന്നെ 2019 നമ്മുടെ രവീശ തന്ത്രി കൊണ്ടാർ മത്സരിക്കുകയുണ്ടായി. സംസ്ഥാന കമ്മിറ്റി ലോക്സഭയിലേക്ക്. അതെ, BJP-യുടെ അല്ല ലോക്സഭയിലേക്ക് മാത്രമല്ല, ഇവിടെ ഒരു മരണം നടന്ന് AB അബ്ദുൾ റസാഖിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്നും ഇതുപോലെ രവീശ് ചന്ദ്രി കുണ്ടാറിന് കിട്ടിയത് 57,000 ചില നോട്ടാണ്. അന്നും പിന്നെ CPM-ന്റെ ശങ്കർ റായ്ക്ക് 38,000 കിട്ടിയുള്ളൂ. അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കരമാണ്. എപ്പോഴും ഒരു 20, 25, 22 വോട്ടിന്റെയൊക്കെ 22,000, 25,000 വ്യത്യാസം. LDF-ഉം CPM 3-ം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതേസമയം ലീഗും BJP തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത്തവണ സാർ ശ്രമിച്ചാൽ അരയും തലയും മുറുക്കി കൈമയും മറന്ന് പയറ്റിയാൽ അവിടെ BJP-ക്ക് താമര വിരിയിക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിങ്ങളിൽ നിന്ന് ഒരു ചെറിയ ചെറിയ കരുണയും കൂടെ ഉണ്ടെങ്കിൽ അവിടെ. സാർ, മറ്റൊരു സംശയം ചോദിക്കട്ടെ. ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ ക്രമാനുഗതമായിട്ട് CPM ഏതാണ്ട് 2-ം സ്ഥാനത്ത് വരുന്ന BJP-യിൽ നിന്ന് ഏതാണ്ട് ഒരു 20,000 വോട്ടിന്റെ ഒക്കെ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ CPM-ന്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിൽ വലിയ വിള്ളല് വീഴും. അതിലൊരു കള്ളത്തരമുണ്ട്. CPM-ന്റെ വോട്ടുകൾ, മുസ്ലിം വോട്ട് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ മുസ്ലിം വോട്ടുകൾ ജയിക്കാതിരിക്കാൻ വേണ്ടി ലീഗിന് പോകുന്നു. അവിടെയാണ് എന്റെ ചോദ്യം വന്നത്. ഈ CPM അറിഞ്ഞുകൊണ്ട് BJP ജയിക്കാതിരിക്കാൻ അവിടെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ 2021 അവർ ആ ശീലം ഒന്ന് മാറ്റിയതാണ്. UV രമേശൻ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ്, ചെറുപ്പക്കാരൻ, മണ്ഡലത്തിൽ സമ്മതൻ, കാസർഗോഡും കണ്ണൂരും ഒക്കെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചു. അപ്പോഴും പിക്ചർ മാറിയില്ല. 40,000 ചിലവനെ അങ്ങനെ കിട്ടിയുള്ളൂ. 40,639 വോട്ടാണ്. 10-15,000 വ്യത്യാസം. 25,000 സുരേന്ദ്രനിൽ 25,000 65,000 ഇവർക്ക് രണ്ടുപേരും കിട്ടിയത്. AKM അഷ്റഫിനും K സുരേന്ദ്രനും 65,000 വോട്ട് വീതം കിട്ടി. അതിൽ 855 വോട്ട് കൂടുതൽ. അപ്പൊ സാർ, ശരിയായ ഒരു ത്രികോണ മത്സരം മഞ്ചേശ്വരത്ത് നടക്കുകയാണെങ്കിൽ BJP ജയിക്കും. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇക്കുറി ഈ പറഞ്ഞതുപോലെ CPM ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. CPM ഓരോ മണ്ഡലവും അവർക്ക് പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇക്കുറി വോട്ടൊന്നും മറിക്കില്ല, അല്ലെങ്കിൽ ഈ CPM-ൽ നിന്ന് വോട്ട് ലീഗിലേക്ക് അങ്ങനെ പോകില്ല. BJP പേടി കൊണ്ട് ലീഗിലേക്ക് പോകില്ല എന്നുള്ളതാണ്. പക്ഷേ CPM അറിയാതെയും പോകുന്നൊരു സംശയമുണ്ട്. കാരണം ഈ രമേശിനെ നിർത്തിയപ്പം CPM ഉദ്ദേശിച്ചത് 2021 ആ സീറ്റ് നമുക്ക് പിടിക്കണം. 2006 പോലെ പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ധാരണ. 2006 വലിയ അട്ടിമറിയാണ് നടന്നത്. അന്ന് എന്റെ ഓർമ്മ ശരിയാണ്, എനിക്ക് തോന്നുന്നു നാരായണ ഭട്ടാണെന്ന് തോന്നുന്നു BJP-ക്ക് വേണ്ടി മത്സരിച്ചത്. അന്ന് ലീഗിന്റെ ചെർക്കള അബ്ദുള്ള, അദ്ദേഹത്തിന്റെ മണ്ഡലമായിരുന്നു. അദ്ദേഹം അവിടെ വലിയ സ്വാധീനമുള്ള ആളാണ്, തീർച്ചയായിട്ടും, ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും. ആ ചെർക്കുള അബ്ദുള്ള 3-ം സ്ഥാനത്തേക്ക് പോയി. അത് വലിയ, അന്ന് എനിക്കിപ്പോഴും വോട്ടെണ്ണി കഴിഞ്ഞ് ചെർക്കുള അബ്ദുള്ള വളരെ വികാര വിക്ഷോഭനായി മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടു. ലീഗിന്റെ ഒരു നടന്ന ഒരു അടിയൊഴുക്കും കൂടെ പ്രധാനമാണ്. ഒരു പണി കൊടുത്തതാണ് അകത്തുനിന്ന്. ചെർക്കുള അബ്ദുള്ളയെ പിന്നീട് അത്ര അഭിമതനായിട്ടല്ല ലീഗ് കണ്ടതെന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും പിന്നീട് അദ്ദേഹം അങ്ങ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയും അദ്ദേഹത്തിന്റെ ആ ഒരു ആദ്യകാലങ്ങളിലെ പെർഫോമൻസ് അല്ല പിന്നീട് അദ്ദേഹം കാണിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങളും ഒക്കെ വന്ന് ഉന്നയിച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത്തവണയും CPM വിട്ടുകൊടുക്കാതൊരു ത്രികോണ മത്സരം പോലെ നിന്നാൽ ഒരുപക്ഷെ മഞ്ചേശ്വരത്ത് ചെറിയ വോട്ടുകൾക്കെങ്കിലും അവർക്ക് സുരേന്ദ്രന് കടന്നുകൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
പിന്നെ സുരേന്ദ്രൻ ഇപ്പം അനുകൂലമായി നിൽക്കുന്നത് ഒരു കാന്തപുരത്തിന്റെ അനുഗ്രഹം ഒന്ന്, രണ്ടാമത്തേത് ഒരു രാജേട്ടൻ, ഒരു സഹതാപതരം, നേമത്തെ ഒരു രാജേട്ടൻ ഫീല്, മഞ്ചേശ്വരത്തെ രാജേട്ടൻ ഫീല് സുരേന്ദ്രന് ഒന്ന് മനസ്സ് വെച്ച്. കഴിഞ്ഞ തവണ പിന്നെ സുരേന്ദ്രൻ ജയിച്ചു എന്ന് തന്നെ എല്ലാവരും കരുതി. അപ്പോഴാണ് ഈ അവരന്റെ പ്രശ്നം വന്നതും ഒക്കെ. അതിനുമുമ്പാണ് അവരന്റെ പ്രശ്നം. അത് 2016 കഴിഞ്ഞ തവണ അതൊക്കെ 21 ഒരു സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. എന്നിട്ടും ശകല വലിയ വോട്ടൊന്നും പിടിച്ചില്ല. 197 എങ്ങാണ്ടാണ് കിട്ടിയത്. പക്ഷെ 2016 അത് വളരെ കൃത്യമാണ്. അതല്ലായിരുന്നെങ്കിൽ ആ അവരനില്ലായിരുന്നെങ്കിൽ സുരേന്ദ്രൻ കേരള നിയമസഭയിൽ വരുമായിരുന്നു, യാതൊരു സംശയമില്ല. അങ്ങനെ 476 വോട്ട് പിടിച്ചു. ആ 476 സുരേന്ദ്രന്റെ 89 വോട്ടിന്റെ പരാജയത്തിന് കാരണമാക്കിയത്. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ അദ്ദേഹം കേസൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അപ്പോഴത്തേക്കും സ്ഥാനാർത്ഥിയുടെ മരണമൊക്കെ ആയി പിന്നെ അതങ്ങ് തൊലഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നെ കേസ് പിൻവലിക്കേണ്ടി വന്നു. പിന്നെ കഴിഞ്ഞ തവണ വേറൊരു പ്രശ്നം പറ്റി. സുരേന്ദ്രൻ ഒറ്റ സീറ്റിൽ മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മഞ്ചേശ്വരം കൈക്കലാക്കാമായിരുന്നു. അദ്ദേഹം പ്ലെയിനിൽ പറന്നു നടന്ന് ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന് മത്സരിക്കാനൊക്കെ പോയത് അത്ര രണ്ട് മണ്ഡലക്കാർക്ക് തോന്നി അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ. പൊതുവെ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നല് എല്ലായ്പ്പോഴും ഉണ്ട്. 2011 മുതൽ അതുണ്ട്. അതെ, മഞ്ചേശ്വരംകാർക്ക് തിരിച്ചും തോന്നി ഈ സുരേന്ദ്രനെ പ്രതീക്ഷിക്കണ്ട. അദ്ദേഹം ഒന്നാമത് ശബരിമല വിഷയമൊക്കെ കത്തി നിന്ന സമയമാണ്. അപ്പം അവിടെയായിരിക്കും പ്രിഫറൻസ് എന്ന് ഒരു തോന്നലും ഉണ്ടായി. എന്നാൽ ഇക്കുറി അങ്ങനെ ഒന്നുമില്ല. കൃത്യമായി ശരിയായ ലക്ഷ്യബോധത്തോടു കൂടി സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിൽക്കുകയാണ്. സുരേന്ദ്രൻ ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. മണ്ഡലത്തിൽ പൂർണ്ണമായും അദ്ദേഹത്തിന് ഗ്രിപ്പുണ്ട്. ആൾക്കാരുടെ ഇടയിൽ വ്യക്തിബന്ധം അപാരമാണ്. അത് മറ്റൊരു BJP നേതാവിനും ഇല്ലാത്ത വ്യക്തിബന്ധം സുരേന്ദ്രൻ അവിടെ. ചെറുപ്പക്കാരുടെ വോട്ട്, സ്ത്രീകളുടെ വോട്ട് എല്ലാം പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ആളാണ്. പലരെയും പേര് പറഞ്ഞു വിളിക്കാൻ കഴിയുന്ന, ഒന്നിലധികം ഭാഷ സംസാരിക്കുന്ന ഈ പറഞ്ഞ പോലെ കന്നഡ, അതുപോലെ തുളു ഒക്കെ എടുത്ത് പയറ്റാൻ കഴിയുന്ന, കുറേശ്ശെയല്ല, ഞാൻ സുരേന്ദ്രന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. വിവിധ ഭാഷകളിലൊക്കെ അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെ മഞ്ചേശ്വരത്ത് ഒരു വിസ്മയം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഒരു വിസ്മയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതാര് ജയിച്ചാലും നാമമാത്രമായ വോട്ടുകൾക്കായിരിക്കും വിജയം. ശക്തമായ തീ പാറുന്ന ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യത മഞ്ചേശ്വരത്തുണ്ട്. ആര് വിജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.